ഒരുപാട് പേര് എപ്പോഴും പറയുന്ന കാര്യമാണ് എൻ്റെ ലൈഫ് മുഴുവൻ പ്രശ്നങ്ങളാണ്, എന്ത് ചെയ്താലും പ്രോബ്ലംസ്. സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ വെൽത്തിയസ്റ്റ് പേഴ്സൺസായ ജെഫ് ബെസോസ്, ബിൽ ഗേറ്റ്സ്, ബെർണാഡ് അർണോൾഡ് ഇവരൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചവരാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തണമെങ്കിൽ ഇതുപോലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും മറികടക്കുക തന്നെ വേണം. അതിന് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. പ്രശ്നങ്ങൾ കണ്ടാൽ പതറിപ്പോകുന്ന ഒരു മൈൻഡാകരുത്. പ്രശ്നങ്ങൾ മറികടക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ലൈഫ് ഈസ് എ ജേണി. യെസ്, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രക്കിടയിൽ കല്ല് മുള്ള് പോലുള്ള പല തടസ്സങ്ങളും നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഇതിനെയൊക്കെ മറികടന്ന് പോകുന്നവർ മാത്രമാണ് ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ. നമുക്കൊരു കഥ കേൾക്കാം. ഒരിക്കലൊരു രാജാവ് തൻ്റെ ജനങ്ങളെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ഒരു പബ്ലിക് റോഡിൽ വലിയൊരു കല്ല് കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് ആ രാജാവ് തൊട്ടടുത്ത് തന്നെ ഒളിച്ചിരുന്നു. തൻ്റെ ജനങ്ങളിൽ നിന്ന് ആരാണ് ഈ തടസ്സം നീക്കുക എന്നറിയാനായിരുന്നു രാജാവിൻ്റെ ശ്രമം. വലിയ വലിയ കച്ചവടക്കാരും രാജസഭാംഗങ്ങളും അതിലൂടെ പോയെങ്കിലും ആരും തന്നെ ആ കല്ല് നീക്കുവാൻ തയ്യാറായിരുന്നില്ല. രാജാവിൻ്റെ അശ്രദ്ധ മൂലമാണ് ഇതുപോലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നതെന്ന് പലരും രാജാവിനെ കുറ്റം പറഞ്ഞു. എന്നാൽ അവരാരും ആ തടസ്സം നീക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഒരു കർഷകൻ അതിലൂടെ വന്നു. ആ കർഷകൻ തൻ്റെ പച്ചക്കറി ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ആ കല്ല് അവിടെ നിന്ന് നീക്കുവാൻ ശ്രമിക്കുകയാണ്. കുറേയൊക്കെ കഷ്ടപ്പെട്ട് ആ കർഷകൻ തടസ്സമായ ആ കല്ല് അവിടെ നിന്ന് നീക്കി. അപ്പോഴാണ് ആ കർഷകൻ അത് കണ്ടത്. ആ കല്ലിരുന്ന സ്ഥലത്ത് ഒരു പൊതി ഉണ്ടായിരുന്നു. ആ പൊതിയിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. കൂടാതെ രാജാവിൻ്റെ ഒരു കുറിപ്പും. ഈ കല്ലിവിടെ നിന്ന് നീക്കുന്ന ആൾക്കുള്ളതാണ് ഈ സ്വർണ്ണ നാണയങ്ങൾ. വെറും പാവപ്പെട്ട കർഷകനായിരുന്ന അയാൾ ആ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ട് ആ നാട് മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു കച്ചവടക്കാരനായി മാറി. അതെ ഫ്രണ്ട്സ്, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ പല ഒബ്സ്റ്റക്കിൾസും വന്നേക്കാം, പല തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നേക്കാം. അതിനെയൊക്കെ മറികടക്കുന്നവനാണ് വിജയിക്കുക. ഈ ഒരു കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും ഓരോ അവസരങ്ങളായി കാണണമെന്നാണ്. നമുക്ക് പല പല പ്രതിസന്ധികളും വന്നേക്കാം. പക്ഷേ നമ്മൾ ആ പ്രതിസന്ധികൾ മറികടക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയ വലിയ റിവാർഡ്സ് ആയിരിക്കും, which might improve our life. Each problems are each lessons. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്കുള്ള ഓരോ പാഠങ്ങളാണ്. ആ പാഠങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഫ്യൂച്ചർ ബെറ്റർ ആക്കുക. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടായേക്കാം. ചിലതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെയും പവറിനെയും വീക്ക്നെസ്സിനെയും ഒക്കെ ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ ചലഞ്ചസൊക്കെ ഏറ്റെടുത്ത് സ്വയം മുന്നേറിയാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ജീവിതമെന്ന സഞ്ചാരപാതത്തിലെ തടസ്സങ്ങളൊക്കെ നീക്കി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് നീങ്ങുക. ലൈഫ് ഈസ് എ ജേണി. എൻജോയ് ദി റൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ ബ്ലെസ്ഡ്.